കെട്ടുകഥ കസേരകളി കഥകളി. നമസ്തേ. നടു റോഡിൽ സ്റ്റേജ് കെട്ടി ഗതാഗതം തടസ്സപ്പെടുത്തിയ സംഭവത്തിൽ ഗോവിന്ദൻ മാഷടക്കം ആബാലവൃദ്ധൻ സഹാക്കളും ഒന്ന് ഇവിടെ വരെ വന്നിട്ട് പോകണമെന്നാണ് കോടതി പറയുന്നത്. പാർട്ടി കോടതിയാണ് വിളിക്കുന്നതെങ്കിൽ മാഷിൻ്റെ സമയം നോക്കി പോയാൽ മതിയായിരുന്നു. പക്ഷേ ഈ കാര്യത്തിൽ അത് പറ്റില്ല. കോടതി പറയുന്ന സമയത്ത് തന്നെ ചെല്ലണം. റോഡ് കാർ ഓടിക്കാനുള്ളതാണോ അതോ സ്റ്റേജ് കെട്ടി താത്വിക അവലോകനം നടത്താനുള്ളതാണോ എന്ന വിജയരാഘവൻ സഖാവിൻ്റെ സംശയവും കോടതിയിൽ ദൂരീകരിക്കാവുന്നതാണ്. സ്വാഗതം കഥകളിയുടെ പുതിയൊരധ്യായത്തിലേക്ക്. കെട്ടുകഥ കസേരകളി കഥകളി. ADGP അടക്കം അകത്താക്കാൻ ഓടി നടന്ന് കഷ്ടപ്പെട്ട് ഒടുവിൽ നമ്മുടെ അൻവറിക്ക അകത്തായിരിക്കുന്നു. ഒരു ഭീകരവാദിയെ പിടികൂടുന്ന പോലെ രാത്രി വീട് വളഞ്ഞ് ഇത്ര ഷോ കാണിച്ച് തന്നെ പിടികൂടേണ്ട കാര്യമുണ്ടോ എന്നാണ് അൻവറിക്ക ചോദിക്കുന്നത്. പോലീസുകാരനെ പറഞ്ഞു വിട്ട് വിളിച്ചിരുന്നെങ്കിൽ അങ്ങോട്ട് ചെല്ലുമായിരുന്നല്ലോ, പിന്നെ എന്തിനാണ് ഈ കഷ്ടപ്പാടെന്നും ഇക്ക ചോദിക്കുന്നു. അർദ്ധരാത്രി വീട് വളഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്യുക ഒരു ഭീകരവാദിയെ പോലെ. ഇത് ഭരണകൂട ഭീകരതയാണ്. അദ്ദേഹത്തിന് മനഃപൂർവ്വം കേസിൽ കൊടുക്കാൻ വേണ്ടി അധികാരികൾ ശ്രമിച്ചതാണ്. അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത നടപടി തികച്ചും അപലപനീയമാണ്. ഇതിന് തക്കതായ മറുപടി ഞങ്ങൾ നൽകുന്നതായിരിക്കും. ഈ അറസ്റ്റിന്റെ കാരണഭൂതൻ പിണറായി സഖാവ് തന്നെയാണെന്നാണ് അൻവർ പറയുന്നത്. മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് ജാമ്യം പോലും കിട്ടാത്ത വിധത്തിൽ തന്നെ അകത്താക്കാൻ ശ്രമിച്ചുവെന്നാണ് അൻവറിൻ്റെ ആരോപണം. അത് പണ്ട് ഇടത് MLA ആയിരുന്നപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ കാര്യങ്ങൾ. പല CPM MLA മാർക്കും ഇല്ലാത്ത അടുപ്പമായിരുന്നു മുഖ്യനോട് അൻവറിന്. അല്ല, അതിപ്പോൾ അറസ്റ്റ് ചെയ്യാൻ ആവശ്യമായി ജയിലിലടക്കാനുള്ള ആവശ്യമായ വകുപ്പിടാനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അപ്പം ജയിലിൽ കിടക്കാൻ പാകത്തിന് ജാമ്യം കിട്ടാത്ത ആ വകുപ്പുകൾ ചേർത്ത് സ്വാഭാവികമായിട്ട് പോലീസിനെ ചെയ്യേണ്ടി വരും. MLA വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്ന നടപടിയോട് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റില്ല. ഞാൻ എപ്പോഴും പറയുന്നത് ആവർത്തിക്കുന്നു, ഇത് കേരളമാണ്. 2 ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി പറയുകയാണ്. ദാവൂദ് ഇബ്രാഹിം അല്ലേ മറ്റേ വീരപ്പനെയൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ? അതുപോലെ ഒരു ഭീകരത സൃഷ്ടിക്കുക. കോടതി ഒരാഴ്ച കൊണ്ട് ഞാൻ എത്രത്തോളം വളർന്നുവെന്ന് എനിക്ക് പോലും അറിയില്ല. എന്നാലും എന്റെ കർത്താവേ, നീ എനിക്ക് വീണ്ടിന് പകർന്നത് കുരിശാണല്ലോ. പോലീസ് അടിയന്മാരെ ചുമന്നോളൂ. അൻവറിൻ്റെ അറസ്റ്റിനെ പറ്റി കുഞ്ഞാലിക്കുട്ടിയൊക്കെ പ്രതികരിച്ചത് ഒരു UDF-കാരൻ്റെ അറസ്റ്റിനോട് പ്രതികരിക്കുന്ന അതേ വികാരത്തോടെയാണ്. എന്തായാലും ഒരു ദിവസം നേരം ഇരുട്ടി വെളുത്തപ്പോഴേക്കും തനിക്കൊരു ഭീകരവാദി പരിവേഷം കിട്ടിയെന്നാണ് അൻവർ പറയുന്നത്. എത്ര ഭീകരനായാലും ഇടതുപക്ഷത്തിന് അൻവർ അടഞ്ഞ അധ്യായം തന്നെയാണ്. വലിയ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയെ നേരിടുന്ന തരത്തിൽ പോലീസ് സന്നദ്ധത്തോടുകൂടി വന്ന് വലിയ അറസ്റ്റും കാര്യങ്ങളൊക്കെ, അത് ഇപ്പോൾ പ്രതിപക്ഷത്തിന് ഒരാളായതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്. ഭരണകക്ഷിയായിരുന്നെങ്കിൽ ഇതിലും വലിയ സംഭവം ഉണ്ടായാലും ഇങ്ങനെ ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതാണ്. സാറേ, കക്ഷിയാ തൊട്ടാ തലയിലാവും. കണ്ടോ ആളുകളുടെ ഉള്ളിലാക്കുക എന്നെ ഭീകരനാക്കിയില്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? എന്റെ പേരെന്താ? PV അൻവർ. ഭീകരനാണോ? ഭീകരൻ, കൊട്ടും ഭീകരൻ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അൻവർ ഇപ്പോൾ ഒരു വിഷയമല്ല. അൻവർ ഒരു അടഞ്ഞ അധ്യായമാണ്. ഞാൻ ഇവിടെ ആ നിയമസഭ മുഴുവൻ തല്ലി തകർത്ത മന്ത്രി ഇപ്പോഴും അതിൻ്റെ അകത്തിരിക്കുകയാണല്ലോ. പിന്നെ MLA ഇപ്പോഴും അതിൻ്റെ അകത്തിരിക്കുകയാണല്ലോ. അവരെ ആരെയും അറസ്റ്റ് ചെയ്തില്ലല്ലോ. സർക്കാരിൻ്റെ കാശും മുടക്കി നിയമസഭ ഈ ലോകം മുഴുവൻ കണ്ടാണല്ലോ നിയമസഭ തല്ലി തകർക്കുന്നത്. ഈ അൻവർ തല്ലി തകർക്കാനൊന്നും പോയില്ലല്ലോ.
പോയില്ലല്ലോ. തല്ലി തകർത്ത ആളുകളെ സംരക്ഷിച്ച പാർട്ടിയല്ലേ ഇത്. സിറ്റുവേഷൻ നല്ല ഭംഗിയായി എക്സ്പ്ലോയിറ്റ് ചെയ്താൽ പിന്നീടുള്ള കാലത്ത് നമുക്ക് പറഞ്ഞു ചിരിക്കാനുള്ള ഒരു കഥ മാത്രമാകും. ഈ അർദ്ധരാത്രിയുള്ള അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ അത്ര വലിയ അത്ഭുതമൊന്നും ഗോവിന്ദൻ മാഷിന് തോന്നുന്നില്ല കേട്ടോ. രാത്രിയുള്ള അറസ്റ്റൊക്കെ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണത്രേ. രാത്രി അർദ്ധരാത്രിയിൽ അറസ്റ്റ് ചെയ്ത് അത്ര പാരമ്പര്യമുണ്ട്. സാധാരണ അറസ്റ്റ് ചെയ്യുന്നല്ലേ. ഫോറസ്റ്റ് ഓഫീസ് തല്ലിപ്പൊളിക്കുന്നു എന്ന് വന്നാൽ ആ പൊളിക്കുന്ന നേതൃത്വം കൊടുത്ത ആരായാലും XY അവരെ പേര് നടപടി ഉണ്ടാവുമല്ലോ. അതിന് തമ്മിൽ പ്രശ്നം നടപടി എടുത്തു, ജാമ്യം കിട്ടി, പുറത്തുണ്ട്. അത്ര തന്നെ. ഞാൻ വന്നിട്ടാകുമ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. കാണിച്ചു തരുന്നത് നമുക്ക് നോക്കാം. അൻവറിന് താരപരിവേഷം കൊടുക്കുന്നത് മാധ്യമങ്ങളാണ്. ഇനിയും ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ ജനങ്ങളോടൊപ്പം ജനങ്ങളെ സഹായിക്കാൻ PV അൻവർ ഉണ്ടാകും. എത്രയും പെട്ടെന്ന് കഴിയാവുന്നത്ര പരമാവധി വേഗത്തിൽ നാട്ടിൽ ഞാൻ തിരിച്ചെത്തും. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു വീരപരിവേഷമില്ല. ജയിലിൽ പോയതാ വീരപരിവേഷം. അത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണ്. മാധ്യമങ്ങൾക്കത് അങ്ങനെ കുറച്ചു കാലം ഉണ്ടാവും. ആ മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടിയാണ് അൻവർ ജീവിക്കുന്നത്. അതാണ് ഉദ്ദേശിച്ചത്. ഒരു പ്രസ്ഥാനത്തെയോ UDF എടുക്കുന്നതിന് ചില രീതികളുണ്ട്. അത് പാർട്ടികൾ ചർച്ച ചെയ്യേണ്ടി വരും, UDF ചർച്ച ചെയ്യേണ്ടി വരും. വീരപരിവേഷം സാധാരണ പോലെ അറസ്റ്റ് ചെയ്തിരിക്കും. അത്രയും കണ്ടാൽ മതി. പരിവേഷം കിട്ടണമെങ്കിൽ അയാൾ എന്തോ മഹാമേരുവായി നിൽക്കണ്ടേ. MV ഗോവിന്ദൻ അതല്ല, പിന്നെ എന്താ പറയുന്നത്? അയാൾ അറസ്റ്റ് ചെയ്തു. അത് എന്താ കുഴപ്പം? ജയിലിലാക്കി, പിന്നെ കോടതിയിൽ പോയി, ജാമ്യം കിട്ടി. അതിലെന്തെങ്കിലും വലിയ പ്രശ്നം? സാധാരണ പോലെ. അയ്യടാ, ആസനത്തിലൊരു കോലും കയറ്റി വെള്ളരിക്കാ കണ്ടെത്തി കൊണ്ട് നാട്ടിയാലേ കാക്ക വരെ പേടിക്കില്ല. UDFന് തിരിച്ച് അധികാരത്തിലെത്താൻ ഇതുപോലൊരു സുവർണ അവസരം വേറെ കിട്ടില്ലെന്നാണ് അൻവർ പറയുന്നത്. ലീഗുകാരൊക്കെ പറയുന്നത് പോലെ മനസാ വാച അൻവറും ഒരു UDFകാരനായി കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസിനോട് ആലോചിക്കാതെ അൻവറിനെ സിനിമയിലെടുത്തതിലുള്ള പ്രതിഷേധം അത് കോൺഗ്രസുകാരുടെ പ്രതികരണങ്ങളിൽ നിറഞ്ഞു നിന്നു. UDF തിരിച്ച് അധികാരത്തിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ സ്വാഭാവികമായിട്ടും. ഈ ഒരു വിഷയം ഏറ്റെടുത്താൽ മതി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു ഭീഷണിയല്ല. UDF ഏറ്റെടുക്കണം. അതിനോടൊപ്പം ഒരു പ്രവർത്തകനായി, ഒരു സാധാരണക്കാരനായി അവരോടൊപ്പം ഈ മലയോര കർഷകർക്ക് വേണ്ടി നിന്നു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. UDF അല്ലേ തീരുമാനിക്കേണ്ടത്? UDFൽ ഒരു കക്ഷി എടുക്കണമെങ്കിൽ UDF ആണ് തീരുമാനിക്കേണ്ടത്. അല്ല, ഇത് എന്നോട് ചോദിക്കുമ്പോൾ എൻ്റെ വർത്തമാനം കേൾക്കുക. അത് ഞാൻ വിഷയത്തിനൊക്കെ വ്യക്തമായി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. പിന്നെ കൊട്ടേഷൻ ആവശ്യമില്ല. അതിനകത്ത് UDFന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടി പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കണം. ആ തീരുമാനം ഘടകകക്ഷികളെ അറിയിക്കണം. അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. അതിൻ്റെ സമയമായിട്ടില്ല. സമയമാകുമ്പോൾ ആലോചിക്കും. ഇപ്പോൾ ലീഗ് ഒരു പാർട്ടി എന്നുള്ള നിലക്ക് ലീഗിന് ഈ കാര്യത്തിൽ പറയാവുന്നതിൻ്റെ ചില ലിമിറ്റുണ്ട്. ആ ലിമിറ്റ് ചെയ്യാൻ പറയുന്നു. അൻവർ ഉയർത്തിയ വിഷയത്തോടൊപ്പം ലീഗുണ്ട്. ആ വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. എനിക്കറിയില്ല, ഞാൻ നടത്തിയിട്ടില്ല. ഞാൻ UDFൻ്റെ ചെയർമാനാണ്. ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു സംഭാഷണം നടത്തിയിട്ടില്ല. ഒരാളെ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ UDF നേതൃത്വം ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അൻവറിന്റെ ഈ വിഷയത്തിലുള്ള പോരാട്ടങ്ങൾക്ക് ഞങ്ങളുടെ മാനസികമായ പിന്തുണയുണ്ട്. ഒരു പൊളിറ്റിക്കലി ഞങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് പാർട്ടിയാണ് പറയേണ്ടത്. ഞങ്ങൾ ആ വിഷയത്തിന്റെ കൂടെ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രതികരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ പാണക്കാട് തങ്ങളോടായാലും കുഞ്ഞാടി സാഹിബിനോടായാലും രമേശ് ചെന്നിത്തലയോടായാലും സുധാകരനോടായാലും അതിന് ഇടപെട്ട പ്രതിപക്ഷ നേതാവിനോടായാലും എനിക്ക് നന്ദി പറയേണ്ട ബാധ്യത ഉണ്ടല്ലോ. ഞാൻ അങ്ങനെ മനുഷ്യരോട് നന്ദികേട് കാണിക്കുന്ന ആളല്ല. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ആത്മാർത്ഥമായി നിന്നിട്ടുണ്ട്. ആ ആത്മാർത്ഥമായി നിന്നതിൻ്റെ പേരിലാണല്ലോ ഇപ്പോൾ പുറത്തേക്ക് വരേണ്ടി വന്ന LDFൽ നിന്ന്. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം, അഹങ്കാരം പാടില്ല, എളിമ വേണം. എളിമ എത്രയും നമ്മൾ കുനിഞ്ഞു നിൽക്കുന്നുവോ അത്രയും നല്ലത്. അൻവർ മുമ്പേ UDFന്റെ ഭാഗമാണ്. പിന്നെ വെറുതെ അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നും ഒന്നും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അയാൾ എവിടെ പോകുന്നത് ഞങ്ങൾക്ക് ഒരു പ്രശ്നമുള്ള കാര്യമില്ല. ഞങ്ങൾ വിട്ട കഴിഞ്ഞ കാര്യമാണ്. അതിന് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല, ഒരു ഉത്കണ്ഠയുമില്ല. ഇതെല്ലാം കേരള രാഷ്ട്രീയം അറിയുന്ന എല്ലാവർക്കും അറിയാം. 2 മുന്നണിയേ ഉള്ളൂ കാര്യമായിട്ട്. അതൊന്ന് കോൺഗ്രസും ഉൾപ്പെടെയുള്ള UDF ആണ്, മറ്റൊന്ന് LDF ആണ്. ഇതിൻ്റെ അപ്പുറം ഇപ്പുറം കളിക്കാനേ കഴിയുള്ളൂ. അൻവറിനും അതേ കഴിയുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ട് അൻവറിനെ ഞങ്ങൾ തള്ളുമ്പോൾ ആദ്യം തന്നെ ഞങ്ങളുടെ മനസ്സിലുണ്ടായ ഇദ്ദേഹം UDFലേക്ക് ചേക്കേറുമെന്നാണ്. ഇനി ഇത്രയും മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ.